ചെയ്യണം. സ്തോത്രം. ഇവിടെ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, മോശയെക്കുറിച്ച് ആകുലതയുണ്ട്. മരണത്തിന്റെ വക്കിലേക്ക് എറിഞ്ഞു കളയുന്നെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മകന്റെ മേൽ ഒരു വലിയ പ്രത്യാശ ഉണ്ട്. അവൻ മരിക്കരുത്, ഒഴുകി ഏതേലും നാട്ടിൽ പോയി ജീവിച്ചോട്ടെന്ന്. മക്കളെ കുറിച്ച് ഒഴുക്കിലെറിഞ്ഞു വിടുകയല്ല, അവൻ എവിടെങ്കിലും പോയി ജീവിക്കണമെന്നുള്ള പ്രത്യാശയോടും ധാരണയോടും കൂടി, ദീർഘവീക്ഷണത്തോടുകൂടി അവർക്ക് മരണത്തിന് ജയിക്കാനുള്ളൊരു ഞാങ്ങണ പെട്ടകം ഉണ്ടാക്കി കൊടുക്കുന്നവരായിരിക്കണം ഓരോ മാതാവും പിതാവും ഇവിടെ ഇരിക്കുന്നവര്. ഹല്ലേലൂയ. നിങ്ങൾക്കത് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ കൂടുന്ന കൺവെൻഷനും കേൾക്കുന്ന പ്രസംഗമൊന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കത്തില്ല. നമ്മൾ അവർക്ക് വേണ്ടി കരുതണം. ഹല്ലേലൂയ. ഇവിടെ ഇതാ ഈ അപ്പനും അമ്മയും ഒരു ഞാങ്ങണ പെട്ടകം ഉണ്ടാക്കി കുഞ്ഞിനെ അതിൽ കിടത്തി നൈൽ നദിയുടെ തീരത്ത് കൊണ്ട് വെക്കുകയാണ്. തീരത്ത് വെക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, സഹോദരി, പെങ്ങളെന്നേ പറയുന്നുള്ളൂ, പേരൊന്നും പറയുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന ഭാഗമായിട്ട് മിരിയാമ, ഞാൻ പേരങ്ങാതിയെ പറയാം, സുപരിചിതമാണല്ലോ. മിരിയാം എന്ത് ചെയ്യുന്നു? ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച എന്ന് പറയുന്നത്, അന്ന് വരെ കൊട്ടാരത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന, കൊട്ടാരത്തിൽ സന്തോഷത്തോടു കൂടി സുഖ സൗകര്യങ്ങളിൽ കുളിച്ചുകൊണ്ടിരുന്ന ഫറവോന്റെ പുത്രി എന്ത് ചെയ്യുന്നു? അന്ന് കുളിക്കുവാൻ വേണ്ടി എവിടെ വരുന്നു? നൈൽ നദിയിലേക്ക് വരികയാണ്. ഇന്നൊന്ന് നൈൽ നദിയെ കുളിച്ചേക്ക്. ആരെങ്കിലും അത് ചെയ്യുമോ? കാരണം ഇതുപോലെ ശവങ്ങൾ ഒഴുകി നടക്കുന്ന ഒരു സമയം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ധാരാളം ശവങ്ങൾ ഒഴുകി നടക്കുന്ന ഈ നൈൽ നദിയുടെ തീരത്തേക്ക് എന്തിനാ കുളിക്കുവാൻ വരുന്നത്? അധികാരമുള്ളവൾ വന്നിട്ടേ കാര്യമുള്ളൂ, അല്ലേ? ജനത്തെ രക്ഷിക്കേണ്ടതിന് വേണ്ടി അധികാരമുള്ളവൾ അവിടെ വന്നിട്ടേ കാര്യമല്ലോ. അല്ലാത്ത ആരൊക്കെ വന്ന് കുളിച്ചിട്ടും കാര്യമില്ല, അധികാരമുള്ള ആള് തന്നെ അവിടെ വരണം. അധികാരമുള്ളവളെ സ്വർഗത്തിലെ ദൈവം എവിടേക്ക് നയിക്കുന്നു? തന്റെ ജനത്തെ രക്ഷിക്കേണ്ടവന്റെ അടുക്കലേക്ക് അധികാരമുള്ളവളെ സ്വർഗത്തിലെ ദൈവം അയക്കുകയാണ്. ഫറവോന്റെ പുത്രി നൈൽ നദിയുടെ തീരത്ത് വരുന്നു, ഒരു ഞാങ്ങണ പെട്ടകം കാണുന്നു, തുറക്കുന്നു. അവൾ കാണുന്നു, ഇത് എബ്രായ പൈതലാണെന്ന് തിരിച്ചറിയായികയൊന്നുമില്ല. നോക്കിയപ്പോഴേ മനസ്സിലായി എബ്രായ പൈതല. എന്റെ അപ്പൻ പ്രഖ്യാപിച്ചിട്ടിരിക്കുകയല്ല ആൺകുഞ്ഞുങ്ങളെയും കൊന്നേക്കാൻ. പക്ഷെ എന്റെ മനസ്സനുവദിച്ചോ? എന്റെ മനസ്സനുവദിക്കുന്നില്ല. എന്റെ അപ്പൻ പക്ഷേ ലോകത്തോടും ദേശത്തോടും വിളിച്ചു പറഞ്ഞിരിക്കുന്നത് എബ്രായ ആൺകുഞ്ഞാണെങ്കിൽ നദിയിലെറിഞ്ഞ് കളഞ്ഞേക്കണമെന്നാ. പക്ഷേ ഏതോ ഒരു അപ്പനും അമ്മയും ഞാങ്ങണപ്പെട്ടകത്തിൽ ഇപ്രകാരം സുരക്ഷിതമായിട്ട് ഇവിടെ ഒരു പൈതലിനെ വെച്ചാൽ ഈ പൈതൽ വളരേണ്ടത് ആവശ്യമാണെന്ന് ആർക്ക് തോന്നുന്നു? ഫറവോന്റെ പുത്രിക്ക് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുള്ള മർമ്മം എന്ന് പറയുന്നത്, നമ്മളെ നശിപ്പിക്കുവാൻ വേണ്ടി ആരാഗ്രഹിക്കുന്നുവോ, നമ്മളെ തകർക്കുവാൻ വേണ്ടി ആരാഗ്രഹിക്കുന്നുവോ, നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ആര് കൽപ്പന പുറപ്പെടുവിക്കുന്നുവോ അവന്റെ വീട്ടിൽ നിന്ന് ഉദ്ധാരണം നടത്തുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ. അവന്റെ പുത്രിയെ തന്നെ അവിടെ അയച്ചിട്ട് ഈ പൈതൽ രക്ഷപ്പെടണോ. അനേകം കുഞ്ഞുങ്ങൾ ഒഴുകിപ്പോകുമ്പോഴോ അത് വിഷയമല്ല, മറിച്ചെന്താണ്? ഒരു വലിയ ജനസംഖ്യ എവിടെ കിടക്കുന്നുണ്ട്? ഈ ഇസ്രായേൽ ദേശത്ത് അലറിക്കരഞ്ഞ് നിലവിളിച്ചിരിക്കുന്നുണ്ട്. അവരുടെ തലമുറയുണ്ട്, അവരുടെ പിൻതലമുറകളുണ്ട്, അവരുടെ കണ്ണുനീരുകളുണ്ട്. ആ കണ്ണുനീരിന്റെ മുമ്പിൽ ദൈവം ചിന്തിക്കുന്നത്, ഈ കൂട്ടത്തിൽ നിന്ന് ഒരുവനെ എനിക്ക് വേണം. ഹല്ലേലൂയ. അവൻ ജനിച്ചിരിക്കുന്നു, അവൻ ഇനിയും ജീവിക്കേണ്ടത്. അവന് വേണ്ടി അപ്പനും അമ്മയും ഞാങ്ങണ പെട്ടകം ഉണ്ടാക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം കൊട്ടാരത്തിൽ ഒരു തൊട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണ്? മോശയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. അതേ, മോശയ്ക്ക് വേണ്ടി കൊട്ടാരത്തിൽ വിശ്രമം ഒരുങ്ങിയിരിക്കുന്നു. ഇന്ന് രാത്രികാലം എനിക്ക് നിങ്ങോട് പറയുവാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി ഞാങ്ങണപ്പെട്ടകം നിങ്ങൾ ഒരുക്കിയാൽ കൊട്ടാരത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം വലുതായിരിക്കും. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രാജകീയതയായി വെച്ചിരിക്കുന്നത്. അത് പ്രാപിക്കണമെങ്കിൽ ഞാങ്ങണപ്പെട്ടകത്തിൽ സുരക്ഷിതമായിട്ട് ഇരുത്തണം. ഇനി എന്റെ അപ്പൻ പറഞ്ഞാലും ഞാനൊരു കുഞ്ഞിനെയും കൊല്ലത്തില്ല, നഷ്ടപ്പെടുത്തത്തില്ല. അതുകൊണ്ട് ഇനി വീട്ടിലുള്ളവർ പറഞ്ഞതല്ലേ, അപ്പൻ പറഞ്ഞതല്ലേ, അമ്മൻ പറഞ്ഞതല്ലേ, ഭർത്താവ് പറഞ്ഞതല്ലേ കൊന്നു കളഞ്ഞാക്കാമെന്നൊന്നും ആരും ചിന്തിച്ചേക്കരുത്, അല്ലേ? ഒരു കുഞ്ഞിനെയും കൊല്ലുവാൻ, ഒരു മനുഷ്യനെയും നശിപ്പിക്കുവാൻ നമ്മള് പോകാൻ പാടില്ല. ഇവിടെ ഇതാ അപ്പന്റെ കൽപ്പന അവൾ ലംഘിക്കുന്നു. കാരണം എന്താ? അവളും ദൈവത്തെ ഭയപ്പെടുകയാണ്. അവൾ ആ എബ്രായ പൈതലിനെ എന്ത് ചെയ്തു? കയ്യിൽ കോരിയെടുക്കുകയാണ്. അപ്പോഴാണ് മിരിയാമിന്റെ പ്രവൃത്തിയാണ്. 5 വയസ്സേ ഉള്ളെന്നാ പറയുന്നത്. 5 വയസ്സൊക്കെ കൂടുതലല്ലെന്ന് ഇപ്പോഴത്തെ നമ്മളുടെ ഒരു രീതി വെച്ച്. അവൾ ഓടി വന്നിട്ട് പറയുകയാണ്, ഒരു എബ്രായ സ്ത്രീയെ ഞാൻ കൊണ്ടുവന്ന് തരാം. കുഞ്ഞുങ്ങൾ വിജിലന്റ് ആയിരിക്കണം, അല്ലേ? ഏത് സമയം ആക്ട് ചെയ്യേണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. മിരിയാൻ ചിലപ്പോൾ ആങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ആയിരിക്കും നോക്കുന്നത്. പക്ഷേ അവളെ കുറിച്ച് പിന്നീട് പറയുന്നത് എന്താണ്? അവൾ ഇസ്രായേലിന്റെ ഒരു പ്രവാചകി ആയിരുന്നു. അല്ലെങ്കിൽ അവളുടെ പ്രവചനമാണ് നടക്കുന്നത്. ഈ ജനത്തെ രക്ഷിക്കേണ്ടവനാണ്, ഇവന് വേണ്ടിയുള്ളത് ഞാൻ
കരുതണം. പ്രവാചകിയെ കൊണ്ട് അവൾ ഒന്നും അറിയാതിരുന്ന പ്രായത്തിൽ ദൈവം എന്ത് ചെയ്യുന്നു? ഒരു വലിയ കരുതൽ നടത്തുകയാണ്. ഓടി വന്നിട്ട് പറയുകയാണ്, ഒരു എബ്രായ സ്ത്രീ ഉണ്ട്, ആ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വരാ. ആ സ്ത്രീ ഓടി വരുന്നു. സ്ത്രീ വന്നിട്ട് ഈ പൈതലിനെ മേടിച്ചുകൊണ്ട് പോകുന്നു. ആ സ്ത്രീ യോഗേഭേദാണ്, സ്വന്തം അമ്മയാണ്, പാല് കൊടുത്ത് മുലപ്പാല് കൊടുത്ത് വളർത്തുന്നു. കൊടുത്തതിന് ശേഷം നേരെ കൊണ്ട് പുത്രിയുടെ രാജ്ഞി പുത്രിയുടെ കൊണ്ട് കൊടുക്കുകയാണ്. ഫറവോന്റെ പുത്രിയുടെ കൊടുക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? അവൾ ആ പൈതലിനെ എടുത്തിട്ട് പറയുകയാണ്, വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തത് കൊണ്ട് ഞാൻ ഇവന് മോശ എന്ന് പേരിടുന്നു. ഹല്ലേലൂയ. ജീവനെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിച്ചവന്റെ മകളെ കൊണ്ട് പേരിടിപ്പിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. മോശ എന്ന പേര് ഫറവോന്റെ പുത്രി ഇടുകയാണ്. എവിടുന്ന് ഞാൻ വലിച്ചെടുത്തു? വെള്ളത്തിൽ നിന്ന് ഞാൻ ഇവനെ വലിച്ചെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളതാ, നൈൽ നദി രക്തക്കളമാകുമ്പോഴോ നൈൽ നദിയുടെ നടുവിൽ നിന്ന് ദൈവം ഒരു ഉദ്ധാരണം നടത്തി. അത് ദൈവത്തിന്റെ ജനത്തെ സംരക്ഷിക്കുന്നവനെയാണ് എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ